ഭയത്തോടും വിറയോടും കൂടി പ്രവേശിക്കേണ്ടതാകുന്നു. ദൈവത്തിന്റെ ആലയത്തിലേക്കുള്ള നിന്റെ പ്രവേശനം നഗരത്തോടും പ്രശംസയോടും അസൂയോടും ശത്രുതയോടും ആയിരിക്കരുത്. ഉപായവും ഊറാതെയും കൂടാതെ ദൈവത്തിന്റെ മധുവായിൽ ശുശ്രൂഷയിൽ നീ സംബന്ധിക്കരുത്. നീ മധുവായിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ വിശിയായ തിരുശരക്തങ്ങളിൽ അല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ചന്തസ്ഥലത്തോ തെരുവീതികളിലോ നീ ഭക്ഷിക്കുകയോ പാദസഞ്ചാരം ചെയ്യുകയോ അരുത്. സംഘങ്ങളിൽ വെച്ചോ മദ്യഷാപ്പുകളിൽ വെച്ചോ വീഞ്ഞും മദ്യവും കുടിക്കുകയോ അയോഗ്യമായി മധുവായിൽ കയറുകയോ ചെയ്യരുത്. നിന്നിനെപ്പറ്റി തന്നെ നഗരത്തോടെ ചിന്തിച്ച് പ്രസാദിക്കരുത്. ലൗകിക അധികാരികളും കാര്യസ്ഥന്മാരും എന്ന പോലെ ക്ഷണികമായ ഈ ലോകത്തിൽ നീ തലവൻ ആകരുത്. കളങ്കമില്ലാത്ത കുർബാനാപ്പം നീ ഉണ്ടാക്കണം. കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം അത് കളങ്കമില്ലാത്ത കുഞ്ഞാട് പോലെയും കോട്ടമില്ലാത്തതും കനം കൂടാത്തതുമായിരിക്കണം. പുളിപ്പില്ലാത്തതോ വളരെ പുളിപ്പുള്ളതോ ആയിരിക്കരുത്. എന്നാൽ അത് ദൈവത്തിലുള്ള കാഴ്ചയാകുന്നു. അമിതമായി അലസതയോടും നീ കാസ കലർത്തരുത്. ഞാൻ നിന്നോട് ആദ്യം തന്നെ കൽപ്പിച്ചത് പ്രകാരം നിന്റെ ശുശ്രൂഷയിൽ നീ നിനക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രകാരം ഭയത്തോടും വിറയോടും കൂടി നീ നിൽക്കേണ്ടതാകുന്നു. മധുവാ അലങ്കാരങ്ങളിൽ തിരിശീലയോ തിരുവസ്ത്രങ്ങളോ കുരിശോ ശോശപ്പയോ മറ്റേതെങ്കിലുമോ വളഞ്ഞോ കോടിയോ സിരിയുവാൻ നീ അനുവദിക്കരുത്. എന്നാൽ അത് ദൈവത്തിന്റെ ശുശ്രൂഷയിൽ അനാസ്ഥയാവുന്നു. മെസ്സിയാതമ്പരൻ എല്ലായ്പ്പോഴും നിന്നെ കാണുന്നുവെന്നും നീ പ്രവർത്തിക്കുന്നത് അവ നന്മയായാലും തിന്മയായാലും പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്നും അറിയുന്നു. അതുപോലെ തിരുവസ്ത്രങ്ങൾ കുടയുമ്പോൾ പരിശുദ്ധ ശരീരത്തിൽ നിന്നും എന്തെങ്കിലും നിലത്ത് വീഴാതെ സൂക്ഷിക്കണം.